നമസ്കാരം. പ്രതിപക്ഷ നേതാവെ, പ്രതികരിക്കുന്നതൊക്കെ നല്ലതാ. അപ്പോ ആ പൂരം വിടാൻ സമയം ചെറുതായിട്ടായെന്ന് തോന്നുന്നു. അതോ അത് അത്രയ്ക്ക് അങ്ങ് ഉറപ്പിക്കാറായിട്ടില്ലേ? ഇപ്പോ നേരെ എന്തായാലും ഇത്രയായല്ലോ, ഒരല്പം വെള്ളം കുടിച്ചാലോ. ഷോ, ഇതിപ്പോ എന്താ കഥ? വന്നല്ലോ അടുത്ത വിഷയം, നമ്മുടെ കുടിവെള്ള വിഷയം. എന്തായാലും അത് പ്രതിപക്ഷ നേതാവിനൊപ്പം ഒന്ന് നോക്കിയിട്ട് വരാം. നഗരത്തിൽ 4 ദിവസമായിട്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത് സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് അങ്ങ് പറയുന്നത് അങ്ങ് സമ്മതിച്ചു തന്നു. ഒരിടത്തും അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ നഗരത്തിൽ ആകെ വെള്ളം മുടങ്ങുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ സതീശന്റെ ചോദ്യം. ഈ ചോദ്യം ഒരല്പം കൂടിപ്പോയില്ലേ എന്നാണ് എന്റെ സംശയം. ഈ അറ്റകുറ്റപ്പണി എന്ന് മുറവിളി കൂട്ടുമ്പോൾ എന്താണ് ഇതിന് പിന്നെ നടക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കാം, അല്ലേ നേതാവേ? കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളിലാണ് ജലവിതരണം മുടങ്ങാൻ ഇടയാക്കിയത്. അത് അറിയോ നേതാവേ? PDP നഗറിൽ നിന്നുള്ള 700 MMDI പൈപ്പ് ലൈൻ, നേമം ഭാഗത്തേക്കുള്ള 500 mm ജലവിതരണ ലൈൻ എന്നിവയുടെ അലൈൻമെന്റ് മാറ്റുന്ന ജോലികളാണ് നടക്കുന്നത്. എന്നാൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് മാറ്റാനായി കോർപ്പറേഷൻ വെള്ളം എത്തിച്ചിരുന്നു. വിമർശിക്കാനായി വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇത് അറിഞ്ഞിരുന്നോ? സ്വന്തം ടാങ്കറിന് പുറമെ ടാങ്കറുകൾ വാടകയ്ക്കെടുത്തും വെള്ളം എത്തിച്ചിരുന്നു. കുടിവെള്ളം സൗജന്യമായി എത്തിച്ചാണ് നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ പണി തീർത്ത് കുടിവെള്ളം എത്തിച്ചും തുടങ്ങി. കുറ്റം പറയാനായി വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവെ, സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്നതുപോലെ സർക്കാർ എന്തു ചെയ്താലും കുറ്റം പറയുന്ന രീതി ശരിയാണോ സതീശ?